ശ്രീ ഷാബു പ്രസാദ്, അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അധിഷ്ഠിക്കാണ് സാധ്യത. BJP ഈ 2 ദിവസത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു സമയം അദ്ദേഹം ഞെട്ടിപ്പിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം നടത്തുന്നു, രാജിവെക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ 2 ദിവസം സമയം വേണമെന്ന് പറയുന്നു. ഈ സമയത്തെ BJP പറഞ്ഞു വെച്ചത് അതിൽ ചില ഗൂഢചിന്തകളുണ്ട് എന്നാണ്. അത് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഓരോ സമയത്തും നമുക്കറിയാം അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അപ്രതീക്ഷിതമാണ്, ചില വാചകങ്ങൾ അപ്രതീക്ഷിതമാണ്, ഡയറക്റ്റ് അറ്റാക്കാണ് പലപ്പോഴും BJPക്കും മോദിക്കുമെതിരെയൊക്കെ. അങ്ങനെയുള്ള ഒരു കെജ്രിവാൾ ഇപ്പോൾ ഒരു പുതിയ തന്ത്രം നീക്കം നടത്തുമ്പോൾ BJP എങ്ങനെയാണ് അതിനെ കാണുന്നത്? BJP എന്തായാലും ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ ഇയാള് എന്തൊക്കെ കടന്ന് കാണിച്ചാലും, ഇനി എന്തൊക്കെ അഭ്യാസങ്ങൾ ഇറക്കിയാലും അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കാര്യം ഏതാണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഇയാളെ ജയിലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പെട്ടെന്ന് ജാമ്യം കിട്ടി. അന്നേരം കുറെ തലകുത്തി മറിയലും കുറെ ബഹളമൊക്കെ ഉണ്ടാക്കി. മോദിക്ക് പകരം അമിത്ഷായ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ അങ്ങനെ കാര്യം പറഞ്ഞില്ലേ, ഇമാതിരി ഡേർട്ടി ട്രിക്സിന്റെ ആശാനാണ് ഈ കക്ഷി. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും ഇവരും കോൺഗ്രസും കൂടെ ഒരുമിച്ചാണ് മത്സരിച്ചത്. എന്നിട്ട് എന്താ, തറ തൊട്ടില്ല ഡൽഹിയിൽ. അതുപോലെ ഈ ടോട്ടൽ അവരുടെ പെർഫോമൻസ് കഴിഞ്ഞ തവണത്തേനെക്കാട്ടിലും മോശമായിരുന്നു, വളരെ മോശമായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത്. കാരണം ഈ മനുഷ്യന്റെ ഈ ഡേർട്ടി ട്രിക്സ്, ഇമാതിരിയുള്ള ഈ അഭ്യാസങ്ങള് എല്ലാം പൊതുജനം മനസ്സിലാക്കി കഴിഞ്ഞു. അത് പിന്നെ ആകെ അത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അത് തന്നെ പഴകി തുരുമ്പിച്ച ആ കോടാലി എടുത്ത് വീണ്ടും വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന്റെ കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 3-4 മാസം കൂടെ മതിയാകും ഡൽഹി ഇലക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ ഈ 2 ഇലക്ഷൻ നേരത്തെ നടത്തണം എന്ന് ഇയാൾ ആവശ്യപ്പെട്ടതിന്റെ കാര്യം എന്താ? കാര്യം ഇപ്പൊ ജയിലിൽ നിന്നിറങ്ങി. ഇയാൾ എന്തിന് ജയിലിൽ പോയി എന്നുള്ള വിഷയം സജീവ ചർച്ചയാക്കാതെ ഇത്രയും കാലം ജയിലിൽ കിടന്നു എന്നുള്ള ആ രക്തസാക്ഷി പരിവേഷം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് മുതലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു നീക്കമായിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ദൂരെ കളഞ്ഞു. അതും കഴിഞ്ഞ് അവിടെയും രക്ഷയില്ലാതായപ്പോഴാണ് ഇപ്പം രാജിവെച്ച് പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. രാജിവെക്കാൻ പോകുന്നു എന്ന് ഇപ്പം പുതിയ വാർത്ത വന്നല്ലോ. ഇതൊക്കെയാണ് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ഇതുപോലെയുള്ള ഈ ചീഞ്ഞ പരിപാടി കാണിച്ചാണ് ഈ മനുഷ്യനെ പറ്റിച്ചാണ് ഈ അരവിന്ദ് കെജ്രിവാളും ഈ ആം ആദ്മി പാർട്ടിയും ഈ ഇന്ത്യയിൽ ഇത്രയും കാലം നിലനിന്നത്. അതിൻ്റെ കാലം കഴിഞ്ഞു. എന്നും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ല എന്ന്. എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റുമോ? കുറച്ചുപേരെ എന്നും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം. പക്ഷെ എല്ലാവരെയും എന്നും പറ്റിക്കാൻ കഴിയില്ല. താങ്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹിയിലെ സാഹചര്യം വെച്ചാണ്, നമുക്കറിയാം വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകളാണ് ലോക്സഭയും നിയമസഭയും. പക്ഷേ അടുത്തടുത്ത് 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടിട്ടും 2019 പരാജയം സംഭവിച്ചിട്ടും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ, അതും സീറ്റെണ്ണം കൂട്ടിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. അങ്ങനെ മറ്റൊരു കാര്യം, ഈ എന്താണ് ഞാൻ പറയുന്നത്, കോൺഗ്രസ് ക്ഷയിക്കുന്നിടത്ത് വളർന്ന പാർട്ടിയാണ്. പഞ്ചാബിൽ അധികാരം പിടിച്ചു, ഹരിയാനയിൽ അവർക്ക് സ്വാധീനമുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് താങ്കൾ പറയുന്നത് പോലെ പുച്ഛിച്ച് എഴുത്തള്ളാൻ പറ്റുന്ന ഒരു പാർട്ടിയായി കാണാൻ സാധിക്കില്ലല്ലോ ശ്രീ ഷാബു. ഇല്ല, ഞാൻ പുച്ഛിച്ച് എഴുതി തള്ളിയതല്ല. അവർക്ക് അവരുടെ ഈ തന്ത്രങ്ങൾ ഒരു പരിധിവരെ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അതിന് ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ കാലം കഴിഞ്ഞു എന്നേ ഞാൻ പറയുന്നുള്ളൂ. 2019 ഇപ്പൊ നമ്മൾ ഈ സാഹചര്യങ്ങൾ പറയുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ എന്ന് പറയുമ്പം 2019 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യം, ആണോ? 2019 ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഊതി വീർപ്പിച്ചതാണെങ്കിലും ഒരു ക്ലീൻ ഇമേജുമായിട്ടായിരുന്നു നിന്നിരുന്നത്. ഇത് അഴിമതി കേസിൽ, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. 7-8 മാസം ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിസരത്ത് വന്നു പോകരുത് എന്ന് സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശത്തില് അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുന്ന മനുഷ്യനാണ്. ഇവരുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ 1 കൊല്ലത്തോളം ജയിലിൽ കിടന്നിട്ട് ഇപ്പോഴാണ് ജാമ്യം കിട്ടി പുറത്തു വന്നത്. അത്രമാത്രം ഭീകരമായ അഴിമതി നടത്തി അതിന്റെ ആ ഒരു ദുഷ്പേരുമായിട്ട് അങ്ങനെ
ചീഞ്ഞ് നാറി നിൽക്കുന്ന അവസ്ഥയിലാണ് ആം ആദ്മി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും. ആ സാഹചര്യത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സാഹചര്യം വിലയിരുത്തുമ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിന് എന്ന് പറയുമ്പോഴും 2019 സാഹചര്യമല്ല സാർ ഇപ്പോൾ ഉള്ളത്. അത് തന്നെയാണ് ഈ പറഞ്ഞത്, അവരുടെ കാലം കഴിഞ്ഞു എന്നുള്ളത്. തിരിച്ചു വരാം ശ്രീ സാജു